ഇന്നലത്തെ ഒരു വാർത്തയാണ്. ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് പൊതു അവധിയാണ്. പൂജവയ്പ് ദുർഗാഷ്ടമിയൊക്കെ പ്രമാണിച്ച് ഇന്ന് സർക്കാർ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ അതൊക്കെ പൊതു അവധി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 30 പൊതു അവധിയായിരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ സർക്കാർ ചില ആളുകളെ മാത്രം നോക്കിപ്പിടിച്ച് ചില അവരുടെ ആചാരങ്ങൾക്ക് മാത്രം പിന്തുണ നൽകിക്കൊണ്ട് അവധികൾ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. പലരും പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. മതേതര കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടൊക്കെ പലരും രംഗത്തെത്തി. പിണറായി വിജയനെ വിമർശിക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ പിണറായി വിജയന്റെ വാക്കുകൾക്ക് പുല്ല് വില കൊടുക്കുന്ന ചില ആൾക്കാരെ കാണുമ്പോഴാണ്, അതായത് താൻ അവിടെ ഇരുന്ന് പറയണോ, തൻ്റെ വാക്കുകളൊക്കെ ഇവിടെ ആരാ കേൾക്കുന്നത്, ഞങ്ങൾക്ക് അതൊന്നും കേൾക്കാൻ നേരെയില്ല, താൻ അവിടെ ഇരുന്ന് പറയും, ഞങ്ങൾ അതിൻ്റെ അപ്പുറം ഇവിടെ ഇരുന്ന് ചെയ്യും എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സർക്കാരിന് എന്തുമാത്രം വിലയാണ് ഈ സ്കൂളുകാർ നൽകുന്നത് എന്നുള്ളതാണ് സംഭവം. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഇന്നത്തെ അവസ്ഥ, ഇന്ന് ആ സ്കൂൾ ഉണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് മൂന്നാറിലെ കാർമൽഗിരി CMI പബ്ലിക് സ്കൂൾ, ഈ സ്കൂളാണ് വിചിത്ര നിർദ്ദേശവുമായി വാട്സപ്പിൽ കുട്ടികൾക്ക് സന്ദേശവുമായി എത്തിയത്. പ്രിൻസിപ്പളാണ് സന്ദേശമിട്ടത്. അതായത് സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും, സാധാരണ രീതിയിലുള്ള പ്രവൃത്തി ദിനമായിരിക്കും. പരീക്ഷകളുള്ളവർ പരീക്ഷകൾ എഴുതുക, അല്ലാത്തവർക്ക് സാധാരണ രീതിയിലുള്ള ക്ലാസ്സുകൾ നടക്കും എന്നുള്ള രീതിയിലാണ് വാട്സപ്പിൽ ഒരു സന്ദേശം വന്നത്. ആ സന്ദേശത്തിന് ശേഷം അത് സ്കൂളിലെ മറ്റ് മാതാപിതാക്കൾ അല്ലെങ്കിൽ അവിടുത്തെ തന്നെ ഒരു പഠിക്കുന്ന കുട്ടിയുടെ അമ്മ ഇത് ഒരു ചാനലിനെ വിളിച്ചറിയിക്കുന്നു. ചാനൽ ഇത് വാർത്തയാക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത്, സംഭവം പറയുന്നത്, ഈ ചാനലിൻ്റെ ആളുകൾ ഈ സ്കൂളിലെ പ്രിൻസിപ്പളിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പ്രിൻസിപ്പൽ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് PTA മെമ്പറെ വിളിക്കുന്നു. PTA മെമ്പർ പറയുന്നത് ടേം എക്സാം നടക്കുകയാണ്, അപ്പോൾ ടേം എക്സാം മാറ്റി വെക്കണ്ട എന്ന് കരുതിയാണ് സർക്കാർ പ്രഖ്യാപിച്ച പൊതു അവധിക്ക് പുല്ല് വില കൊടുത്തുകൊണ്ട് ടേം എക്സാം നടക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അതായത് പൂജവയ്പിൽ തൽക്കാലം, അതായത് ദുർഗാഷ്ടമി ചടങ്ങിൽ തൽക്കാലം ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. സർക്കാരിന് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഉദ്ദേശം സർക്കാർ അങ്ങ് നടപ്പിലാക്കിയാൽ മതി. ഞങ്ങൾ ഇവിടെ സർക്കാർ പറയുന്നതൊന്നും തൽക്കാലം കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സർക്കാർ പറയുന്നതോ പിണറായി വിജയനോ പറയുന്നത് കേൾക്കാൻ പിണറായിയുടെ വല്ല അടിയാളന്മാരോ വീട്ടിലുള്ളവരോടോ പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് ആ സ്കൂൾ ഉദ്ദേശിച്ചത്. അതിനുശേഷം PTA മെമ്പർ പറയുന്നത് സ്കൂളിലെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു, കുട്ടികളുടെ ടേം എക്സാം നടക്കട്ടെ, ക്ലാസ്സുകൾ നടക്കട്ടെ എന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 30 2025 സെപ്റ്റംബർ 30 ദുർഗാഷ്ടമിക്ക് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂളുകൾക്ക് മാത്രമല്ല, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്ക് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വിചിത്ര നിർദ്ദേശവുമായി സർക്കാരിൻ്റെ നിലപാടുകൾക്ക്, നയങ്ങൾക്ക്, സർക്കാരിൻ്റെ അവധി പ്രഖ്യാപനങ്ങൾക്ക് പുല്ല് വില നൽകിക്കൊണ്ട് മൂന്നാറിലെ കാർമൽഗിരി CMI പബ്ലിക് സ്കൂൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് പ്രിൻസിപ്പള് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പ്രിൻസിപ്പൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഒരു ദുർഗാഷ്ടമി ചടങ്ങ് ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പള്ളികളിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട്. പല സ്കൂളുകളും അത് കൃത്യമായി, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഈ പള്ളികളിൽ നിസ്കാര സമയമുണ്ട്. ആ സമയത്തൊക്കെ കുട്ടികൾക്ക് പോയിട്ട് വരാനുള്ള കൃത്യമായ അവസരം അവരുണ്ടാക്കി കൊടുക്കാറുണ്ട് സ്കൂളുകൾ, എല്ലാ സ്കൂളുകളും. ചില സ്കൂളുകൾ മാത്രം അതിൽ ചില കൊനഷ്ട കുന്നായ്മയൊക്കെ കൊണ്ടുവരുന്നത് ഒഴിച്ചാൽ മിക്ക സ്കൂളുകളും അതിനൊക്കെ അത്തരത്തിലുള്ളൊരു പ്രാധാന്യം നൽകാറുണ്ട്. നമ്മൾ അതൊക്കെ കാണുമ്പോൾ ഒരു മതേതരത്വമാണ്. കാരണം അവരുടെ നമസ്കാരത്തിന് വേണ്ടി പരീക്ഷ കുറച്ചുകൂടി ലേറ്റാക്കി വെക്കുക, ആ സമയത്ത് സ്കൂളുകൾ കുറച്ചുകൂടി 2 മണിക്കൊക്കെ അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് വരുന്നത് വരെയൊക്കെ സ്കൂളുകളുടെ സമയം ക്രമീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സമുദായത്തിന് പ്രത്യേകമായ എന്തോ കൊടുക്കുക എന്നുള്ളതല്ല. അവരെ കൂടി നമ്മളോടൊപ്പം ചേർത്ത് നിൽക്കുക. അവരുടെ നിസ്കാരങ്ങൾ, അവരുടെ പ്രാർത്ഥനാ സമയങ്ങൾ അത് അവർക്ക് വിലപ്പെട്ടതാണ്. അത് നമ്മുടെ സർക്കാരുകൾ അത് നല്ല രീതിയിൽ കുറ്റമൊക്കെ പറയാനുണ്ടെങ്കിലും പിണറായി സർക്കാർ അക്കാര്യത്തിലൊക്കെ കൃത്യമായ നിലപാടുകൾ കൃത്യമായി തന്നെ കൊണ്ടുപോകുന്ന ആളുകളാണ്.
കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സമയമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇനി ഹിന്ദു കുട്ടികൾക്ക് അവരുടെ ആചാരങ്ങൾ, ഇപ്പോൾ കർക്കിടക വാവൊക്കെ ഉള്ള ദിവസം, കർക്കിടക വാവൊക്കെ അവധിയാണ്, അത് ബലിതർപ്പണ ദിവസമാണ്. അത് ഹിന്ദുക്കൾക്ക് എനിക്ക് തോന്നുന്നു അത് ഹിന്ദുക്കൾ മാത്രം ആചരിക്കുന്ന ഒരു ദിനമാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ കർക്കിടക വാവിന് ബലിതർപ്പണം, പിതൃക്കൾക്ക് ബലിതർപ്പണം ഇടാനൊക്കെ പോകാനുള്ള ഒരു അവസരം സർക്കാർ ഉദ്യോഗസ്ഥർക്കായാലും കുട്ടികൾക്കായാലും പിന്നെ ഒക്കെ പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് നൽകുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ, ചില സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ NSSനെയും പിന്നെ ഈഴവന്മാരെയും ഒക്കെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് സർക്കാർ ഇത്തരത്തിൽ ചില നയങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഇപ്പോൾ ഒരു കളക്ടർ ഇപ്പോൾ ഒരു അവധി പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ പൊതു അവധിയാണ്, അല്ലെങ്കിൽ ആ ജില്ലയ്ക്ക് അവധി നൽകുന്നു, മഴയാണ്, ശക്തമായ മഴ പെയ്യുകയാണ്, ഞങ്ങൾ ഈ ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിക്കുകയാണെന്ന് ഒരു കളക്ടർ പറയുമ്പോൾ കളക്ടർ അവധിയൊക്കെ അങ്ങ് കൊണ്ട് കളക്ടറുടെ കക്ഷത്തിനടിയിൽ വെച്ചാൽ മതി, അത് ഞങ്ങളോട് വേണ്ട, ഞങ്ങൾ പിന്നെ ശക്തമായ മഴയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നൊരു വിഷയമല്ല, ഞങ്ങൾ സ്കൂള് വയ്ക്കും എന്ന് പറയുമ്പോൾ ആ കളക്ടർക്ക് എന്താണ്, കളക്ടർ എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഒരു ഭരണാധികാരിയാണ്. ആ ജില്ലയുടെ ഭരണാധികാരിയെ വെറും കറിവേപ്പില പോലെ ആക്കുന്ന ഒരു നിലപാടല്ലേ ആ സ്കൂളിൻ്റെ അംഗങ്ങളും ആ PTA അംഗങ്ങളും ആ സ്കൂളിലെ മേലധികാരികളും ഒക്കെ എടുക്കുന്നത് എന്ന് ആലോചിച്ചു. അപ്പൊ ഇവിടെ പിണറായി വിജയൻ ഒരു കറിവേപ്പില പോലെ വില പോലും ഇല്ല എന്നുള്ളതല്ലേ ഈ സ്കൂള് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുമ്പോൾ, ഒരു അവധി കിട്ടുമ്പോൾ സ്വാഭാവികമായും അന്ന് അമ്മമാർക്ക് ഒരു റെസ്റ്റാണ്. രാവിലെ എണീച്ച് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, ഉച്ചത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കി, രാവിലെ അവരെ ധൃതി പിടിച്ചൊക്കെ വിട്ട് രാവിലെ 4 മണിക്കും 5 മണിക്കും ഒക്കെ എണീക്കേണ്ട ആവശ്യമില്ല. ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ അമ്മമാർക്ക് എണീക്കാം. ഒരു അവധിയൊക്കെ കിട്ടുമ്പോൾ അമ്മമാർക്കൊക്കെ വലിയ സന്തോഷമാണ്. അച്ഛന്മാരും അടുക്കളയിൽ കയറുന്ന അച്ഛന്മാരും ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ഒരു അവധിയല്ലേ. ഇപ്പം നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ നമുക്കൊരു അവധി കിട്ടുമ്പോൾ ഒരു അവധി ദിവസം സ്ട്രെസ് ഒന്നും ഇല്ലാതെ നമുക്കൊന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്ത, അതാണ് ഈ അവധി എന്നതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അവർ ആ ദിവസം നല്ലതുപോലെ ആഘോഷിക്കട്ടെ. ഇപ്പോൾ ദുർഗാഷ്ടമി ദിവസമൊക്കെ ആകുമ്പോൾ വൈകിട്ട് അത് ഒരു ആചാരം അനുസരിച്ച് വൈകിട്ട് നമ്മൾ പൂജ വയ്ക്കുന്നു. ആയുധങ്ങളാണെങ്കിൽ ആയുധങ്ങൾ, പുസ്തകങ്ങളാണെങ്കിൽ പുസ്തകങ്ങൾ, എന്തൊക്കെയാണ് അത് നമ്മുടെ പണി സാധനങ്ങൾ നമ്മൾ പൂജ വയ്ക്കുന്നു. പഠിക്കുന്ന കുട്ടികൾക്കാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് അവർ ചിന്തിക്കുന്നത്. പൂജ വയ്ക്കുന്നു, അവർക്കതൊരു ആഘോഷവും കൂടിയാണ്. കാരണം അന്നത്തെ ദിവസം പഠിക്കാൻ ആരും പറയില്ലല്ലോ, ബുക്ക് എടുത്ത് പടി എന്നാരും പറയില്ലല്ലോ, കാരണം പൂജ വയ്പ്പല്ലേ. അപ്പോൾ ബുക്ക് എടുത്ത്, കാരണം വൈകിട്ടാണ് പൂജ എടുക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാത്രി മുതൽ പിറ്റേ ദിവസം വൈകിട്ട് വരെ പുസ്തകം എടുത്ത് പഠിക്കേണ്ട എന്നുള്ളൊരു സന്തോഷം കുറെ ആളുകൾക്കും കുറെ കുട്ടികൾക്കും ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അത് അവർക്ക് അന്നൊരു റിലാക്സ് ഡേ ആണ്, മാനസികമായി അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു ദിവസം കൂടിയാണ്. അത് അവർക്ക് പിന്നെ ഇഷ്ടം പോലെ സമയം കിട്ടും. അവരുടെ TV കാണാം, പുറത്തൊക്കെ പോകാം, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാം, വീട്ടുകാരോടൊപ്പം കുറേ സമയം ഇരിക്കാം. അങ്ങനെ കിട്ടുന്ന ഒരു ദിവസം അതവർ മാക്സിമം എൻജോയ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്കൂള് പറയുകയാണ്, പിണറായി വിജയനോട് പോകാൻ പറ, ഞങ്ങൾക്ക് ടേം എക്സാം ഉണ്ട്, ഞങ്ങൾ എന്നും നടത്തുന്നത് പോലെ തന്നെ ദുർഗാഷ്ടമി, അതൊക്കെ എന്താ, അതിനൊന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല, ഞങ്ങൾ അതിന് വലിയ വിലയും കൽപ്പിക്കുന്നില്ല, പിണറായിക്ക് കൊടുക്കുന്നില്ല വില, പിന്നെയാണ് ദുർഗാഷ്ടമിക്ക്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല, ഞങ്ങളിത് സ്കൂൾ ആരംഭിക്കും, ഞങ്ങൾ നടത്തി. ഇന്ന് ആ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇന്നലെ വരെ ആ സ്കൂൾ പ്രവർത്തിക്കുമെന്നാണ് അറിഞ്ഞത്. ഇനി വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായതുകൊണ്ട് ഇത് പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാർ ഒരു പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ അവധിക്കൊപ്പം നിൽക്കുക. സർക്കാർ പറയുന്ന നിലപാടുകൾക്കനുസരിച്ച്, എല്ലാ നിലപാടുകളും സർക്കാർ തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊപ്പം നിൽക്കണമെന്നല്ല പറയുന്നത്, ഇത്തരം സർക്കാരിന്റെ ചില നിലപാടുകൾക്കനുസരിച്ച് നിൽക്കണം. ഇപ്പോൾ ക്രിസ്മസിന് ഡിസംബർ 25 ക്രിസ്മസ്, ആ ദിവസം സ്കൂളുകൾ വേണം എന്ന് സർക്കാർ പറഞ്ഞാൽ ഈ സ്കൂളുകാർ ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്? അപ്പോൾ പിള്ളേർക്കിടയിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ വലിയ ആപത്തുണ്ടാകും. ഈ സ്കൂൾ ഇന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ സർക്കാർ കൃത്യമായി ഈ സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കുക തന്നെ വേണം.